വചനവയലൊരുക്കുന്ന 2026 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം 1 മുതൽ 4 വരെയും, സഭാപ്രസംഗകൻ 1 മുതൽ 6 വരെയും, വിശുദ്ധ യോഹന്നാൻ 1 മുതൽ 12 വരെയും, ഗലാത്യ 1 മുതൽ 6 വരെയും, 1 സാമുവേൽ 1 മുതൽ 7 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം. ജനക്കൂട്ടം അവനെക്കുറിച്ച് ഡാഷ് ഫരിസേയർ കേട്ടു. പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവനെ ബന്ധിക്കാൻ സേവകരെ അയച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പിറുപിറുക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹന്ന എവിടെയാണ് പ്രാർത്ഥിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവസന്നിധിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. യേശു സമരിയക്കാരിയോട് പറയുന്നത് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ എന്തു ചോദിക്കുമായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജീവജലം ചോദിക്കുമായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 4. വചനം പഠിക്കുന്നവൻ തനിക്കുള്ള എല്ലാ നല്ല വസ്തുക്കളുടെയും ഡാഷ് തന്റെ അധ്യാപകന് നൽകണം. ഗലാത്യ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 5. എന്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്നാരാണ് അപേക്ഷിച്ചത്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജസേവകൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബ് എന്ന് പറഞ്ഞത് ആര്? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സമരിയാക്കാരി. ക്വസ്റ്റ്യൻ നമ്പർ 7. എന്റെ ഹൃദയം കർത്താവിൽ ഡാഷ്, എന്റെ ശിരസിൽ കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു, എന്നാൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആനന്ദിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8. യേശുവിന്റെ വാക്കുകൾ ശിഷ്യർ എപ്പോഴാണ് ഓർമ്മിച്ചത്? യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 9. ആരുടെ അടുത്ത് നിന്ന് ചിലർ വരുന്നതുവരെ അവൻ വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷിച്ചിരുന്നു. അവർ വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ പരിച്ഛേദിതരെ ഭയന്ന് അവൻ പിന്മാറിക്കളഞ്ഞു. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യാക്കോബിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 10. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് മിച്ചമുള്ള കഷ്ണങ്ങൾ. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശേഖരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11. യേശു കാനായിൽ അത്ഭുതം ചെയ്തതിലൂടെ എന്താരംഭിച്ചു?
ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അടയാളങ്ങളുടെ തുടക്കം. ക്വസ്റ്റ്യൻ നമ്പർ 12. ദൈവം തന്റെ ആത്മാവിനെ എങ്ങനെ കൊടുക്കുന്നു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അളക്കാതെ സമ്പൂർണമായി. ക്വസ്റ്റ്യൻ നമ്പർ 13. യേശു താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമരിയായിൽ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഫരിസേയരിൽ ആര് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, നിക്കോദമോസ്. ക്വസ്റ്റ്യൻ നമ്പർ 15. സമരിയക്കാർ വിശ്വസിച്ചത് എവിടെ നിന്നുള്ള സ്ത്രീയുടെ സാക്ഷ്യം മൂലമെന്ന് പറയുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണത്തിലെ. ക്വസ്റ്റ്യൻ നമ്പർ 16. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് ഡാഷ് പ്രഖ്യാപിച്ചു. ഗലാത്യ 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വിശുദ്ധ ഗ്രന്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണിനിരന്നു. യുദ്ധത്തിൽ ഇസ്രായേലിയർ ഡാഷ്. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പരാജയപ്പെട്ടു. ക്വസ്റ്റ്യൻ നമ്പർ 18. മെതികളത്തിൽ ബാർലി പാറ്റുന്നതിന് അവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. നീ ഡാഷ് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് മെതിക്കളത്തിലേക്ക് ചെല്ലുക. റൂത്ത് 3-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കുളിച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഗലീലയക്കാർ യേശുവിനെ സ്വീകരിച്ചത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അവർ തിരുനാളിൽ യേശുവിനെ കണ്ടപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 20. യേശു ഏത് രീതിയിൽ ദൈവരാജ്യം കാണാൻ കഴിയും എന്ന് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വീണ്ടും ജനിച്ചാൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം എന്ത് വിലയിരുത്തട്ടെ, അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെയായിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ചെയ്തികൾ. ക്വസ്റ്റ്യൻ നമ്പർ 22. കവർനാമിലെ രാജസേവകന്റെ മകൻ എന്തായിരുന്നു? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രോഗബാധിതൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. പുത്രനെ അനുസരിക്കാത്തവരുടെ മേൽ എന്തുണ്ട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവകോപം. ക്വസ്റ്റ്യൻ നമ്പർ 24. യേശു പറഞ്ഞത് ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ഡാഷ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശേഖരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 25. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലാത്യ 4-ാം അധ്യായം 5-ാം വാക്യം.
ക്വസ്റ്റ്യൻ നമ്പർ 26. യേശു പറഞ്ഞ എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അവന്റെ പൊതുദൗത്യം ആരംഭിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 27. യേശുവിന്റെ ശിഷ്യന്മാർ തിരിച്ചെത്തിയത് എപ്പോൾ? യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 28. നിങ്ങൾ നന്നായി മുന്നേറിക്കൊണ്ടിരുന്നു, എന്തിനെ അനുസരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞത് ആരാണ് എന്നാണ് ഗലാത്യ 5-ാം അധ്യായത്തിൽ പൗലോസ് ചോദിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സത്യത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 29. ശിമയോനും അന്ത്രയോസും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഹോദരന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 30. യേശു ഒന്ന് കണ്ട് അതിൻ്റെ മേൽ കയറി, അത് ഏത് മൃഗമാണ്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കഴുതക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 31. യേശുവിന്റെ അഭിപ്രായത്തിൽ പുത്രന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവ് ചെയ്യുന്നത് മാത്രമേ ചെയ്യൂ. ക്വസ്റ്റ്യൻ നമ്പർ 32. ഞാൻ ദൈവത്തിന്റെ സഭയെ കഠിനമായി പീഡിപ്പിക്കുകയും അതിനെ ഉന്മൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ആരെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 33. എൽക്കാനയുടെ പിതാവിന്റെ പേരെന്ത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യെറോഹാം. ക്വസ്റ്റ്യൻ നമ്പർ 34. യേശുവിന് യോഹന്നാനേക്കാൾ എന്തുണ്ടെന്ന് പറഞ്ഞു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വലിയ സാക്ഷ്യം. ക്വസ്റ്റ്യൻ നമ്പർ 35. വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? ദാസിയെയും അവളുടെ പുത്രനെയും നിഷ്കാസനം ചെയ്യുവിൻ, എന്നാൽ ദാസിയുടെ പുത്രൻ സ്വതന്ത്രതയുടെ പുത്രനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗലാത്യ 4-ാം അധ്യായം 30-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 36. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞത് ആ ബന്ധു തന്റെ ഡാഷ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ചെരുപ്പൂരി. ക്വസ്റ്റ്യൻ നമ്പർ 37. ആദിയിൽ ആരുണ്ടായിരുന്നു എന്ന് യോഹന്നാൻ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വചനം. ക്വസ്റ്റ്യൻ നമ്പർ 38. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നത് എന്തെന്നും ചുരുങ്ങിയ ആയുസിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്നും അറിയാൻ എന്തിനെയാണ് ആശ്ലേഷിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭോഷത്വത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 39. യേശു യഹൂദരുടെ ഒരു തിരുനാളിനായി എവിടേക്ക് പോയി? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ജെറുസലേമിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 40. എന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഒരേ ഒരു കൽപ്പനയിൽ നിയമം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അധ്യായം, വാക്യം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗലാത്യ
5-ാം അധ്യായം 14-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 41. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു ഡാഷ് തിരികുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സുവിശേഷത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 42. മരുഭൂമിയിൽ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു. മരുഭൂമിയിലെ കാലയളവ് എത്ര വർഷമായിരുന്നു? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 40. ക്വസ്റ്റ്യൻ നമ്പർ 43. ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി എന്ന് റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ന്യായാധിപന്മാരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 44. നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് നമ്മുടെ ബന്ധുവാണല്ലോ. അധ്യായം, വാക്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, റൂത്ത് 3-ാം അധ്യായം 2-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 45. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബേത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് ഏത് ദേശത്ത് കുടിയേറി പാർത്തു? റൂത്ത് 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മോവാബ്. ക്വസ്റ്റ്യൻ നമ്പർ 46. ആരിലായിരുന്നു അവർ പ്രത്യാശ അർപ്പിച്ചിരുന്നത്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മോശ. ക്വസ്റ്റ്യൻ നമ്പർ 47. ഡാഷ് നിശ്ചയിച്ച കാലാവധി വരെ അവൻ രക്ഷകർത്താക്കളുടെയും കാര്യസ്ഥന്മാരുടെയും സംരക്ഷണത്തിലായിരിക്കും. ഗലാത്യ 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവ്. ക്വസ്റ്റ്യൻ നമ്പർ 48. അവർ ജനിച്ചത് എന്തിലൂടെ? യോഹന്നാൻ 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യാഭിലാഷം. ക്വസ്റ്റ്യൻ നമ്പർ 49. അവൾ ഗർഭം ധരിച്ച് ഒരു ഡാഷ് പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 50. യേശു കബർനാമിൽ എത്ര ദിവസം തങ്ങിയിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏതാനും ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 51. തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്ന അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല. അവർ എന്താണെന്ന് ഞാൻ ഗൗനിക്കുന്നേയില്ല. ആര് മുഖം നോക്കുന്നവനല്ലല്ലോ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവം. ക്വസ്റ്റ്യൻ നമ്പർ 52. റൂത്തിന്റെ പുത്രൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഓബദ്. ക്വസ്റ്റ്യൻ നമ്പർ 53. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനെ അങ്ങനോട് വലിയ ഡാഷ് കാണിക്കുന്നത് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 54. ആരുടെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു? 1 സാമുവൽ 6-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ
55. യുദ്ധകളത്തിൽ വെച്ച് തന്നെ എത്രത്തോളം ആളുകളെ ഫിലിസ്ത്യർ വധിച്ചു? 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 4000-ഓളം. ക്വസ്റ്റ്യൻ നമ്പർ 56. സഭാപ്രസംഗകൻ 6-ാം അധ്യായം 12-ാം വാക്യം അനുസരിച്ച് ആരുടെ ജീവിതത്തിലെ നന്മ എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 57. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 11-ാം വാക്യം അനുസരിച്ച് ദൈവം മനുഷ്യ മനസ്സിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്തിനെ കുറിച്ചുള്ള ബോധമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കാലത്തിന്റെ സമഗ്രത. ക്വസ്റ്റ്യൻ നമ്പർ 58. വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നത് വരെ എന്ത് നിമിത്തമാണ് നിയമം നൽകപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പാപങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 59. ആരാണ് ഹന്നായെ പ്രാപിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, എൽക്കാന. ക്വസ്റ്റ്യൻ നമ്പർ 60. യേശുവിന് അത്താഴം ഒരുക്കിയത് ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മർത്ത. ക്വസ്റ്റ്യൻ നമ്പർ 61. കാനായിലെ അത്ഭുതം ഏത് ദിവസം സംഭവിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3-ാം ദിവസം. ക്വസ്റ്റ്യൻ നമ്പർ 62. റൂത്ത് സന്ധ്യ വരെ കാലാപെറുക്കി മെതിച്ചപ്പോൾ ഏകദേശം എത്ര ബാർലി ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഒരഫ. ക്വസ്റ്റ്യൻ നമ്പർ 63. ബത്ശെമെശിലെ ആളുകൾ പേടകം എങ്ങോട്ട് അയക്കുവാനാണ് തീരുമാനിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കിരിയാത്ത് യെയാറിമിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 64. നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയത് ഏത് കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബാർലി കൊയ്ത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 65. യേശു 3 ദിവസത്തിനകം ദേവാലയം പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞത് എന്തിന്റെ പ്രതീകമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശരീരമാകുന്ന ആലയത്തിന്റെ പുനർജീവനം. ക്വസ്റ്റ്യൻ നമ്പർ 66. വന്നു കാണുക എന്ന് പറഞ്ഞവർ ആര്? വിശുദ്ധ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 67. ഈ തൈലം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞത് ആര്? വിശുദ്ധ യോഹന്നാൻ 12-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യൂദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 68. രാമിന്റെ പിതാവ് ആരായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹെബ്രോൺ. ക്വസ്റ്റ്യൻ നമ്പർ 69. സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് പൗലോസ് ആരുടെ ശത്രുവായി? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഗലാത്യർ. ക്വസ്റ്റ്യൻ നമ്പർ 70. വിജാതിയരുടെ ഇടയിൽ ആരെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കാനാണ് ദൈവം പൗലോസിനെ വിളിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, യേശുക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 71. ബെത്ലഹേമിൽ എത്തിയ ശേഷം നവോമി തന്റെ പേര് എന്തായി മാറ്റാൻ ആവശ്യപ്പെട്ടു?
ശരിയായ ഉത്തരം ഓപ്ഷൻ സി മാറ. ക്വസ്റ്റ്യൻ നമ്പർ 72. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഡാഷ് കാര്യമല്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ സി പരിച്ഛേദനമോ അപരിച്ഛേദനമോ. ക്വസ്റ്റ്യൻ നമ്പർ 73. യോഹന്നാൻ എന്തിന് സാക്ഷ്യം നൽകി എന്നാണ് 5-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ സത്യത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 74. യേശു പറഞ്ഞത് നീതിയായി ഡാഷ് ചെയ്യുവിൻ. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 75. ആരിലൂടെയാണ് നീതിമാൻ ജീവിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 76. അവരോടൊത്ത് ബാക്കി യഹൂദന്മാരും കപടമായി പെരുമാറി. അവരുടെ കാപട്യത്താൽ ആരുപോലും വഴിതെറ്റിക്കപ്പെട്ടു. ഗലാത്യ 2-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബാർണബാസ്. ക്വസ്റ്റ്യൻ നമ്പർ 77. അതവിടുത്തെ പുത്രനെ പറ്റി വിജാതീയരുടെ ഇടയിൽ പ്രസംഗിക്കാൻ അവനെ എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിരുന്നു. ഞാനൊരു ഡാഷിനെയും ഉപദേശം തേടാൻ നിന്നില്ല. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 78. എന്നാൽ ഡാഷ് മോഹങ്ങൾ ആത്മാവിനെതിരാണ്. ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ഗലാത്യ 5-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജഡ. ക്വസ്റ്റ്യൻ നമ്പർ 79. യേശുക്രിസ്തു ആരെന്നാണ് ഗലാത്യ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 80. ഞാൻ ഒരു മനുഷ്യന്റെയും ഉപദേശം തേടാൻ നിന്നില്ല. ആരുടെ വാക്കുകൾ? ഗലാത്യ 1-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വിശുദ്ധ പൗലോസിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 81. യേശു കടലിന്റെ മറുകരയിലേക്ക് പോയത് ഏത് കടലാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗലീലി കടൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. യൂദായ്ക്ക് താമാറിൽ ജനിച്ച പേരസിന്റെ ഭവനം പോലെ ഈ ഡാഷ് കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിന്റെ ഭവനവുമാകട്ടെ. റൂത്ത് 4-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യുവതിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 83. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ ജെറുസലേമിലെ എന്റെ മുൻഗാമികളെക്കാൾ എന്തായി തീർന്നു എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉന്നതനും മഹാനും. ക്വസ്റ്റ്യൻ നമ്പർ 84. ഫിലിസ്ത്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ആരും അവരെ നേരിടാൻ സന്നദ്ധമായി. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 85. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ ഒന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞത് ആരാണ്? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി യേശു.
ക്വസ്റ്റ്യൻ നമ്പർ 86. ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളം കാണിക്കുന്നു എന്നാരാണ് ചോദിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 87. നിക്കോദേമോസ് യേശുവിനെ രാത്രി കാണാൻ വന്നത് യേശുവിന്റെ ദൗത്യത്തിൽ ഏത് ഘട്ടമായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ശുശ്രൂഷാദിനങ്ങളുടെ ആരംഭം. ക്വസ്റ്റ്യൻ നമ്പർ 88. പിറ്റേ ദിവസം ജനങ്ങൾ യേശുവിനെയും ശിഷ്യന്മാരെയും അന്വേഷിച്ചത് എവിടെയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കടലിന്റെ മറുകരയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 89. യേശു തന്റെ വാക്കുകൾ എവിടെയായിരിക്കും സംസാരിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാവിന്റെ സന്നിധിയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 90. ഞാനാണ് എന്ന വാക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ദൈവത്വം. ക്വസ്റ്റ്യൻ നമ്പർ 91. കർത്താവിന്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ ഡാഷ് അതിന് ഒരു വശത്ത് വയ്ക്കുവിൻ. 1 സാമുവേൽ 6-ാം അധ്യായത്തിൽ നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പെട്ടിക്കുള്ളിലാക്കി. ക്വസ്റ്റ്യൻ നമ്പർ 92. യഹൂദർ യേശുവിനെ വധിക്കാൻ കൂടുതൽ ശ്രമിച്ചത് എവിടെയായിരുന്നു? യോഹന്നാൻ 5-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യെരുശലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 93. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ എപ്രകാരം അനുഗ്രഹിക്കും? റൂത്ത് 2-ാം അധ്യായത്തിൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സമൃദ്ധമായി. ക്വസ്റ്റ്യൻ നമ്പർ 94. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ, ഇതിൽ പ്രതീകം ഏതാണ്? യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ആത്മീയ ഐക്യം. ക്വസ്റ്റ്യൻ നമ്പർ 95. ഏത് വചനത്തിൽ ലോകം അവനെ അറിഞ്ഞില്ല എന്ന് പറയുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, യോഹന്നാൻ 1-ാം അധ്യായം 10-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 96. യേശു ലാസറിന്റെ വീട്ടിലുണ്ടെന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നതാര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യഹൂദർ. ക്വസ്റ്റ്യൻ നമ്പർ 97. എപ്പോൾ മനുഷ്യർ അന്ധകാരത്തെ വെളിച്ചത്തെക്കാൾ അധികം സ്നേഹിച്ചു? യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, വെളിച്ചം ലോകത്തിലേക്ക് വന്നപ്പോൾ. ക്വസ്റ്റ്യൻ നമ്പർ 98. പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നു. ദാഗോന്റെ തലയും കൈകളും അറ്റ് ഡാഷ് കിടക്കുന്നു. ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വാതിൽപ്പടിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 99. നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് ഡാഷ് മുക്തമാക്കി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അധീനരായി കഴിഞ്ഞവരെ. ക്വസ്റ്റ്യൻ നമ്പർ 100. അവർ കൊയ്യുന്നതെവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. പിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഡാഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഭൃത്യന്മാരോട്. നന്ദി.
ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.